സുപരിചിതനായ ഒരു വ്യവസായിയാണ് ബോബി ചെമ്മണ്ണൂർ. അദ്ദേഹത്തിന്റെ പുതിയ ഒരു സംരംഭമാണ്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് ബോച്ചെ എന്ന് പറയുന്ന ചായപ്പൊടി. ഈ ചായപ്പൊടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലൂടെ ഒരു കൂപ്പൺ ലഭിക്കുന്നു. ആ കൂപ്പണിൽ ദിവസേന ലക്ഷങ്ങളും ഒരുപക്ഷെ കോടികൾ വരെ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇത് വാങ്ങുന്ന ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും അവന് ഒരു സംശയം വന്നേക്കാം. പണ്ഡിതന്മാർ ലോട്ടറി വാങ്ങുന്നത് ഹറാമാണെന്ന് പറയുന്നുണ്ടല്ലോ, എന്നാൽ അതേ ലോട്ടറിയുടെ ഒരു സ്വഭാവം ഇതിനുണ്ടോ എന്നാണ്. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സൂറത്തുൽ മാഇദയിൽ 91-ാമത്തെ ആയത്തിൽ, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബു വൽ അസ്ലാമു റജ്സും മിൻ അമലി ശൈത്താൻ. ഓ സത്യവിശ്വാസികളെ, നിശ്ചയമായും കള്ളും ചൂതാട്ടവും അതുപോലെ വിഗ്രഹാരാധനയും അതുപോലെ പ്രശ്നം നോക്കുന്ന കോലുകളുമെല്ലാം അത് ശൈത്താന്റെ പൈശാചികപരമായിട്ടുള്ള മ്ലേച്ഛമായ കാര്യങ്ങളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, ഇവിടെ അൽ മൈസർ എന്നതിന്റെ വ്യാഖ്യാനം എന്താണ്? ഇമാം ഫഖ്റുദ്ദീൻ റാസി അവിടുത്തെ തഫ്സീർ റാസിയിൽ നോക്കിയാൽ കാണാവുന്നതാണ്. 6-ാം വാള്യം 48-ാമത്തെ പേജിൽ, പഴയ കാലങ്ങളിൽ ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടങ്ങളിൽ അറബികൾക്കിടയിൽ പ്രചാരം നേടിയ ഒരു വിനോദമായിരുന്നു മൈസിർ. അതിന്റെ രൂപം മഹാനവറുകൾ വിശദീകരിക്കുന്നത്, ഒരു ഒട്ടകത്തെ 10 ആളുകൾ കൂടി അറക്കുന്നു, 10 നെറുക്ക് അവർ അതിൽ ഉണ്ടാക്കുന്നു. 10 ആളുകൾ കൂടിയിട്ട് 10 നെറുക്കെടുക്കുന്നു. 10 നെറുക്കിലും ഒരു ഒട്ടകത്തിനെ അറുത്ത് അതിന്റെ വിഹിതങ്ങൾ ആ നെറുക്കുകളിൽ രേഖപ്പെടുത്തുകയാണ്. പക്ഷെ അതിൽ 3 നെറുക്കിൽ ഒട്ടകത്തിന്റെ വിഹിതം രേഖപ്പെടുത്തുകയില്ല. അങ്ങനെ അതെല്ലാം ഒരു തോൽപാത്രത്തിലിട്ട് വിശ്വസ്തനായ ഒരാൾ അതിൽ നിന്നും നെറുക്കെടുക്കും. അങ്ങനെ നെറുക്ക് കിട്ടിയതിൽ അവന്റെ വിഹിതത്തിൽ നെറുക്കിൽ എത്രയാണോ വിഹിതം ലഭിച്ചത് അത് അവന് കൊണ്ടുപോകാം. എന്നാൽ ഈ 10 ആളുകളിൽ 3 ആളുകൾക്ക് ഒന്നും തന്നെ ലഭിക്കുകയില്ല. എന്ന് മാത്രമല്ല, ഇദ്ദേഹം ഒന്നും ലഭിക്കാത്ത ആളുകൾ ആ ഒട്ടകത്തിന് പണം നൽകുകയും വേണം. അപ്പോൾ ഒരേ സമയം ലാഭത്തിനും നഷ്ടത്തിനും സാധ്യതയുള്ള ഒരു വിനോദം. ഇതിനാണ് മൈസിർ എന്ന് പറയുന്നത്. എന്നാൽ ഇമാം റാസി തന്നെ വിശദീകരിച്ചതിന് ശേഷം പറയുന്നത് കാണാം, മഹാന്മാരായ ഇബ്നു സീരീൻ വ മുജാഹിദിൻ വ അതാഇൻ എന്നീ സ്വഹാബി വര്യന്മാരിൽ നിന്നും വന്ന ഹദീസിൽ കാണാം, കുല്ലു ഷൈഇൻ ഫീഹി ഖതറുൻ ഫഹു മിനൽ മൈസിർ. ചൂതാട്ട സ്വഭാവമുള്ള ഏത് വിനോദവും അതൊക്കെയും മൈസിർ തന്നെയാണെന്ന് മഹാന്മാരായ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ നിലവിലുള്ള ലോട്ടറികളും ഇൻഷുറൻസും എല്ലാം അതൊക്കെ നാം ഒരു പക്ഷേ നമുക്ക് ലാഭം ഉണ്ടാക്കിയേക്കാം, ഒരു പക്ഷേ നഷ്ടം വന്നേക്കാം. ഇങ്ങനെ ലാഭനഷ്ടങ്ങൾക്ക് സാധ്യതയുള്ള ഇടപാടായതുകൊണ്ട് അത് തീർത്തും ഹറാമാണ്, പാടില്ലാത്തതാണ്, വർജിക്കേണ്ടതാണ്. എന്നാൽ ബോച്ചയുടെ ഈ ബോച്ചെ ടീ എന്ന് പറയുന്ന ചായപ്പൊടിക്ക് ഇത്തരത്തിലുള്ള ഒരു സ്വഭാവമുണ്ടോ എന്നാണ് നാം പരിശോധിക്കേണ്ടത്. ഇത്രയും പഠനത്തിൽ നിന്നും സാധുവായി എനിക്ക് മനസ്സിലായത്, അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റിന് വാങ്ങുന്നത് ചായപ്പൊടിയുടെ വില മാത്രമാണ്. കൂപ്പണിന് പ്രത്യേകമായിട്ടുള്ള വില അദ്ദേഹം വാങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇദ്ദേഹത്തിന്റെ വ്യാപാരത്തിൽ നിന്നും മനസ്സിലാകുന്നത്, ഇദ്ദേഹത്തിന്റെ ഈ കച്ചവടത്തിൽ ഖുർആൻ പറഞ്ഞ വിരോധിച്ച മൈസിർ എന്നത് വരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ് തന്ത്രമായേക്കാം. അത് ഏതായിരുന്നാലും ഈ പണം മുസ്ലിമിന് വാങ്ങാവുന്നതാണ്, ഹലാലാവുന്നതാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം ബിസ്സവാബ്.